ആശാന്മാരെ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാം വായിലിരിക്കുന്നത് കേൾക്കുവാനാണ് ഞാൻ പുതിയ ഒരു കണ്ടൻറ്റുമായി വന്നിരിക്കുന്നത്. ഇന്നലെ തൃക്കടവൂർ ശിവരാജു ആലപ്പുഴയിലെ തുറവൂർ മഹാക്ഷേത്രത്തിലെത്തിയിരുന്നു. മിനിഞ്ഞാന്ന് പാലക്കാട് മണ്ണാർക്കാട് ഒരു പൂരമെടുത്തതിന് ശേഷമാണ് ആന ആലപ്പുഴയിലേക്ക് വരുന്നത്. ഇതിലെന്തെങ്കിലും അസ്വാഭാവികത നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരേ വേവ് ലെങ്ത് ഉള്ളവരാണ് കേട്ടോ. കാരണം ശിവരാജുവിനെ പോലെ 50 വയസ്സൊക്കെ ആയ ഒരു ആനയെ ഇത്ര ദൂരം ഓടിച്ചതിന് ശേഷം പിറ്റേ ദിവസം വീണ്ടും അത്രയധികം തന്നെ ദൂരം സഞ്ചരിച്ച് അടുത്ത പൂരം എടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. ഈ 50 വയസ്സ് അല്ലെങ്കിൽ പ്രായം അത്യാവശ്യമായ ആനകളെ ഒരു പൂരം എടുപ്പിക്കുമ്പോൾ അത് ഇത്ര കിലോമീറ്ററിൽ കൂടുതലാണെങ്കിൽ അതിന് ഒരു ദിവസം നിർബന്ധമായും റെസ്റ്റ് കൊടുക്കണം എന്നൊരു നിയമം സത്യത്തിൽ വരേണ്ടതല്ലേ? അല്ലാതെ കേരളത്തിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ ഓടിച്ചിട്ട് പിറ്റേ ദിവസം അതുപോലെ തന്നെ ദൂരം വീണ്ടും സഞ്ചരിപ്പിച്ച് കർണനൊക്കെ ഇങ്ങനെയിട്ട് ഓടിച്ച കാര്യം നമുക്കറിയാവുന്നതാണ്. ഒരു ദിവസം ആലപ്പുഴ, ഒരു ദിവസം തിരുവനന്തപുരം, അതിൻ്റെ അടുത്ത ദിവസം പാലക്കാട്, വീണ്ടും തൃശ്ശൂർ, അങ്ങനെയിട്ട് ഓടിച്ച ആനയാണ് മംഗലാംകുന്ന് കർണനൊക്കെ. അതുപോലെ ഇട്ട് ഓടിക്കേണ്ട ആവശ്യം ഇനിയുണ്ടോ? അതിന് മാത്രമുള്ള ആനകൾ നമുക്കിവിടെ ഉണ്ടോ? ഞാനീ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? അതോ ഇനി ഞാൻ സൈക്കോയായിട്ടാണോ എനിക്കിങ്ങനെ തോന്നുന്നത്? എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.